അമ്മയെ സംരക്ഷിച്ചതിന് ഇന്ത്യൻ സർക്കാരിനോട് നന്ദി പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എനിക്ക് ഹൃദയംഗമായ നന്ദിയുണ്ട്. രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ചാൽ അമ്മ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുമെന്ന് ഷെയ്ഖ് ഹസീനയുടെ മകനും അവാമി ലീഗ് നേതാവുമായ സജീവ് വാസിദ് ജോയ് പറഞ്ഞു. തങ്ങളുടെ പാർട്ടിക്കാരെ വെറുതെ വിടുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ രാജ്യം വിട്ടുപോയത്. എന്നാൽ അവർ ആക്രമിക്കുന്നത് തുടരുകയാണ്. ബംഗ്ലാദേശിനെയും അവാമി ലീഗിനെയും സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അപകടഘട്ടത്തിൽ ജനങ്ങളെ മുജീബുർ റഹ്മാൻ കുടുംബം തനിച്ചാക്കില്ലെന്നും സജീബും സഹോദരിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവേ അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ പാക് ചാരസംഘടനയായ ISIയുടെ ഇടപെടലുണ്ടെന്നാണ് സാഹചര്യ തെളിവുകളിൽ നിന്ന് താൻ സംശയിക്കുന്നത്. ആക്രമണങ്ങളും പ്രക്ഷോഭവും ആസൂത്രിതമായിരുന്നു. പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ വഴി ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. അതേസമയം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം CIA ഇടപെടലുണ്ടോ എന്ന ചോദ്യത്തിന് തെളിവുകളൊന്നുമില്ല എന്നും ഇദ്ദേഹം മറുപടി നൽകി. ചിലപ്പോൾ ഉണ്ടാകാമെന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം ചൈനീസ് ഇടപെടൽ പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. ഹസീന രാഷ്ട്രീയ അഭയം തേടുന്നതിൽ ഇതുവരെ യാതൊരു തീരുമാനവുമില്ല. അമേരിക്ക വിസ റദ്ദാക്കിയെന്ന പ്രചരണം തെറ്റാണെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ നയിക്കാനൊരുങ്ങുന്ന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ധാക്കയിലെത്തിയിട്ടുണ്ട്. പാരീസിൽ നിന്നും ദുബായ് വഴി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:10 അദ്ദേഹം ബംഗ്ലാദേശ് തലസ്ഥാനത്തെത്തി. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം അധികാരത്തിലേറാനുള്ള നടപടി ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മഹത്തായ ദിവസമാണ് ഇന്നത്തേതെന്ന് വിമാനത്താവളത്തിൽ വെച്ച് യൂനുസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ബംഗ്ലാദേശിന്റെ രണ്ടാം സ്വാതന്ത്ര്യപ്പിറവി സംഭവിച്ചു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജയത്തെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് യൂനുസ് നേരത്തെ പറഞ്ഞിരുന്നു. കാവൽ സർക്കാർ ഏതാനും മാസത്തിനകം ബംഗ്ലാദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നതിനായി ബംഗ്ലാദേശ് പാർലമെന്റ് ചൊവ്വാഴ്ച പ്രസിഡന്റ് പിരിച്ചുവിട്ടിരുന്നു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഈ വർഷം ആദ്യമാണ് യൂനുസിനും 3 പേർക്കും 6 മാസത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. തുടർന്നാണ് യൂറോപ്പിലേക്ക് പോയത്. ഹസീന സർക്കാർ നിരന്തരം വേട്ടയാടിയ യൂനുസിന്റെ പേരിൽ 100-ലധികം ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും ശിക്ഷ വിധിച്ചതും ഒരേ ഒരു കേസിൽ മാത്രം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അടുപ്പക്കാരനായിരുന്ന സിനിമാ നിർമ്മാതാവ് സലീം ഖാനെയും മകനും നടനുമായ ഷാന്തോ ഖാനെയും കലാപകാരികൾ ഇന്നലെ തീവച്ച് കൊന്നിരുന്നു. ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജീവചരിത്ര സിനിമയായ ബംഗബന്ധുവിന്റെ നിർമ്മാതാവാണ് സലീം. താമസ സ്ഥലത്തുനിന്ന് പലായനം ചെയ്ത സലീമിനെയും മകനെയും വഴിയിൽ തടഞ്ഞാണ് കലാപകാരികൾ മർദ്ദിച്ചത്.